പുതിയ തലമുറയുടെ ഒരുപാട് പേര് വിദേശത്ത് പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ തലമുറ മൊത്തം വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിൽ ആവുക. അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ എന്താ തോന്നുന്നത്? നല്ല രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ നാടിനടുത്തോളം കിട്ടുന്ന സ്വാതന്ത്ര്യം ഒരു നാട്ടിൽ പോയാലും കിട്ടൂല. ഇപ്പൊ ഇവരിങ്ങനെ പോകുന്നു, അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അവരങ്ങനെ പോകാൻ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പാളിച്ചകൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇത് കാരണമായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ തോന്നുന്നുണ്ടോ? സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവർ പോണത്. അപ്പനും അമ്മയും വേണ്ട, അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് അവർ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ജോലി എടുക്കുന്ന അനുസരിച്ചുള്ള ഇത് കിട്ടാനുള്ള വേതനം കിട്ടാനുള്ള ഇപ്പൊ ഞങ്ങൾ തന്നെ അതനുസരിച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. സാലറി കിട്ടണം, നമുക്ക് ചെയ്യുന്ന ജോലിക്ക് സാലറി കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുണ്ട്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി റിച്ച് ആയിട്ട് ജീവിക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ സ്റ്റൈലിഷും അല്ല വീട് നോക്കാൻ ഇതൊക്കെ ഇപ്പോഴത്തെ ഇവിടെ നിന്ന് കിട്ടണം. അതുകൊണ്ട് വിദേശ പഠനം പൂർത്തിയായിട്ട് അവരെ അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ മൊത്തം വിദേശത്തേക്ക് കടൽ കടന്ന പിന്നെ നമുക്കത് ദൂഷ്യം ചെയ്യില്ല, നമ്മുടെ നാടിനെ ദൂഷ്യം ചെയ്യില്ലേ? എന്തുകൊണ്ടാണ് കടലിൽ കിടക്കുന്നത്? അതിനുള്ള ഇത് ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ കടലിൽ കിടക്കുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ വിചാരിച്ച ഒന്നും ചെയ്യാൻ മാറില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പോകുന്നു. ശരി, നമ്മൾ ഇപ്പൊ അത് ഈ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയവരുടെ റിസൾട്ട് എന്തുവാന്ന് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് പോയവര് അവിടെ സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ആ ട്രെൻഡ് അവസാനിക്കുമായിരിക്കും. സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ജോലിക്കുറവും ഇവിടുത്തെ PSC ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും കാര്യക്ഷമത കുറവായതുകൊണ്ടും ഇത് എന്തൊന്നും വരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. തൊഴിലില്ലായ്മയാണല്ലോ ഇവിടെ ഉള്ളത്, വേറൊന്നുമില്ല. അപ്പൊ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവരെ തിരിച്ചെത്തിക്കാൻ ഇവിടെ തൊഴിലുണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ ഒരു 5 മിനിറ്റ് ഇപ്പൊ ഇവരിങ്ങനെ പോകുന്നു, ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിച്ച് പോകണമെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി തെറ്റായതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. തെറ്റല്ല, മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ്. ഇപ്പൊ ചേട്ടന്റെ മക്കൾ ഇങ്ങനെ രണ്ടുപേരും പുറത്ത് അവരെന്താ പഠിക്കാൻ പോയേക്കണേ? ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അവരിപ്പോ തിരിച്ചു വരണമെന്ന് ചേട്ടൻ ആഗ്രഹം പറയുകയാണെങ്കിൽ അവരെന്ത് പറയും? എനിക്ക് അവരും കൂടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ല. ഇല്ല, അതെന്താണ്? അവർക്കും ആഗ്രഹമില്ല. അതെന്താണ് ചേട്ടൻ ആഗ്രഹമില്ലാതെ? ഇവിടുത്തെ സാഹചര്യം അതാണ്. അതുകൊണ്ട് അവിടെ സമരം ചെയ്യണ എന്താണെന്ന് അറിയാല്ല. ഇവിടെ സമരത്തിന്റെ നാടാണല്ലോ. കേന്ദ്രവും കണക്കാണ്. കേന്ദ്രത്തിന്റെ നമുക്കറിയാലോ, കേരളത്തിലോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഇനി മക്കള് പഠിത്തം കഴിഞ്ഞാലും തിരിച്ചു വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊരു നിലപാടാണ് ചേട്ടന്? ഞങ്ങൾക്ക് ഇവിടെ തൽക്കാലം ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിയും. ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, ദാരിദ്ര്യം പിടിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യമാണ് കട്ടപ്പോ.